അപ്പോൾ അതാ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലുള്ള ചിലന്തി വലയൊക്കെ അടിക്കാമെന്ന് വിചാരിച്ച് ചിലന്തി വല അടിച്ച് മാറ്റുന്ന സാധനമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ സൈഡിലും ജനലിൻ്റെ മുകളിലൊക്കെയാണ് പ്രധാനമായിട്ടും ചിലന്തി വല കെട്ടിയിരിക്കുന്നത്. എന്നാൽ നല്ലൊരു വെയിലുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇന്ന് കൊച്ചുങ്ങളെയൊക്കെ കുളിപ്പിക്കാം. അപ്പോൾ ആ മുകളിലുള്ളതൊക്കെ ഞാൻ അത് വെച്ച് അടിച്ചെടുത്ത് കളഞ്ഞിട്ട് താഴ്ഭാഗത്തുള്ളതൊക്കെ ചൂല് വെച്ചൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്നത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ നടത്തണം. അപ്പോൾ അതാ ഈ അലമാരയുണ്ടോ, ഇതിപ്പോൾ മുകളിൽ മിസ്സിൽ ട്രോഫി വയ്ക്കുന്ന ഒരു സ്റ്റാൻഡായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ അലമാരയുടെ ഗ്ലാസ് ഒന്ന് പൊട്ടിയതായിരുന്നു. അതുകൊണ്ട് ഞാൻ മീഷോയിൽ നിന്നൊരു വാൾ സ്റ്റിക്കർ വാങ്ങിച്ച് ഇതിലൊട്ടിച്ചേക്കാണ്. പിന്നെ പെട്ടെന്ന് തന്നെ മാറാലേക്ക് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തൂത്തു വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതെല്ലാം മിസ്രിയുടെ സാധനങ്ങളാണ്. പിന്നെ ഞാൻ തൂത്തുവാരി റൂമിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ളതെല്ലാം ഒന്ന് ഒതുക്കിയെടുത്തു. ടേബിളിൻ്റെ മുകളൊക്കെ വൃത്തിയാക്കണമായിരുന്നു, തേക്കാനൊക്കെ എടുത്തിട്ട് അതുപോലെയൊക്കെ വെച്ചിട്ടൊക്കെ പോയിരിക്കുവാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുത്തു. പിന്നെ ഞങ്ങൾ ഈ ടേബിൾ തന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വൃത്തിയാക്കുന്ന പരിപാടികളെല്ലാം എൻ്റെ 2 കുട്ടികളും അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. നല്ല കുട്ടികളാണ്, പാവമാണ് കേട്ടോ. ഉറങ്ങുമ്പോൾ മാത്രമേ പാവമാണെന്നേ ഉള്ളൂ. ആ പിന്നുകൾ പലതരത്തിലുള്ള സാധനങ്ങളാണ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കിട്ടിയൊരു സാധനമാണ് കേട്ടോ. അത് മിസ്രി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടിട്ട് എനിക്ക് മറ്റേ മുഖത്തൊക്കെ ഇടുന്ന പൗഡർ ഉണ്ടല്ലോ, അതുപോലെ തോന്നുന്നുണ്ട്. ഇതിനെല്ലാം ഉള്ള പഞ്ഞി എടുക്കുന്നതാണ് ഈ കൊച്ചിൻ്റെ തലേന്നാണ്. ഈ കൊച്ചിൻ്റെ തല ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ അകത്തു നിന്നാണ് ഇതിനുള്ള പഞ്ഞികളെല്ലാം എടുക്കുന്നത്. അപ്പം വീഴുന്ന സാധനങ്ങളുടെ എണ്ണ എല്ലാം എടുത്ത് നമ്മുടെ ചെറുക്കന്മാർ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളത് മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ചെള്ളം പൂച്ചയുടെ പുറത്തിട്ട് കുളിപ്പിക്കാനാണ്. ഈ ചെള്ളം പൂച്ചേനെ ഇപ്പോൾ നമുക്ക് കുളിപ്പിക്കാം. അതിനായിട്ട് പിടിക്കുക. ഇവനെ കുളിപ്പിച്ചിട്ടാണ് മുൻകൂട്ടി തയ്യാറാക്കി വെക്കേണ്ടത്. കൊച്ചിൻ്റെ പിറന്തോത്താനുള്ള തുണി, കുളിക്കാനുള്ള സോപ്പ്, ലൈഫ് ബോയാണ്. പിന്നെ വെള്ളം ശരിയാക്കാം. പൈപ്പ് വേണ്ട, പൈപ്പ് വെച്ച് ഒരു ബക്കറ്റ് വെള്ളത്തിൽ മറ്റേ ടിക്ടോക്സ് ഇട്ട് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് കുളിക്കാനുള്ള വെള്ളം എടുക്കണം. അപ്പം ഇത്ര വെള്ളം മരുന്ന് കലക്കാനായിട്ട് വയ്ക്കാം. മരുന്ന് പൊട്ടിച്ച് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. പണ്ട് ഞാൻ ചിക്കുനെ കുളിപ്പിക്കാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇതല്ലായിരുന്നു, ഫ്ലൈ കിൽസ് ആയിരുന്നു. ഒരു ബക്കറ്റ് വെള്ളത്തിൽ 5 ml ആവുമായിരിക്കും. എന്തെങ്കിലും ഇട്ട് മിക്സ് ചെയ്യണ്ടേ, കമ്പിട്ട് മിക്സ് ചെയ്താൽ ഞവന്മാരെ കുളിപ്പിച്ചിട്ട് ഇതിൻ്റെ അകത്തിട്ട് മുക്കാം. ഇട്ട് കുളിപ്പിക്കും. കയ്യപ്പല ഓടിച്ചിട്ടല്ലേ ആദ്യം നോക്ക്. കൈ നഖം വിരളൊക്കെ കഴിവുണ്ടേടാ. ഇടയിലൊക്കെ അഴുക്ക് അവിടെ അടങ്ങിയിരി. പേടിക്കണ്ടടാ, പേടിക്കണ്ട. പേടിയാവുന്ന വെള്ളമുണ്ട്. അവൻ വെള്ളത്തിലോട്ട് ചാടാൻ പോണു. പിടിക്കണുണ്ടായില്ലേ? തലയിൽ കൂടെ ഒഴിക്കത്തില്ലേ? തലയിൽ കൂടെ ഒഴിക്കത്തൊക്കെ ഉണ്ട്. തല നമുക്കിങ്ങനെ തുടച്ചു കൊടുക്കാം. ചുണ്ടിൽ കുട്ടിൻ്റെ തല ഇങ്ങനെ തുടച്ചു കൊടുക്കുക. ഇവിടെയൊക്കെ ചെള്ളുണ്ടായിരിക്കണം. അയ്യോ, അതിലൊരുപാട് ചെള്ള് പോലത്തെ സാധനത്തിൻ്റെ ഒക്കെ പേര് കൊടുത്തിട്ടുണ്ടല്ലോ. അതെന്തിൻ്റെ ഒക്കെ പേരാ? ചെള്ള്, പേൻ, കോഴിപ്പേൻ. കോഴികളെ കുളിപ്പിക്കാം. കോഴിപ്പേൻ, ചുവപ്പ് തേച്ച് 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 കുളിക്കാം. ആദ്യമായിട്ട് ഇവനെ കുളിപ്പിച്ചപ്പോൾ ഇത്രയും കുഴപ്പമുണ്ടായിരുന്നു. ഇതിനേക്കാളും കുഴപ്പമായിരുന്നു. പോവല്ലടാ, അവൻ ആ വെള്ളത്തിലോട്ട് ചാടണം. ലൈഫ് ബോയ് എവിടെയാണ്? അവിടെയാണ് ആരോഗ്യം. ലൈഫ് ബോയ് പൊക്കളയല്ലേ. വെള്ളത്തിൽ ചാടണം എനക്ക്. കാലാണ് എനിക്ക് പേടി. വെള്ളാങ്ങണം കിട്ടിയ മുതിക്കണ്ടൻ ചെള്ളിരിക്കുന്ന കണ്ട. അത് എടുത്ത് കളയാൻ പറ്റൂല, ഭയങ്കര പാടല്ലേ. അതിനാണ് ഈ മരുന്ന് നമ്മൾ തേക്കുന്നത്.
ഇത് കഷ്ടാണ്. ഇവൻ കാണിക്കുന്ന ഇതെന്തേര്? എനിക്ക് വെള്ളം കുളിക്കണ്ടെന്ന് പറയണത്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഈ വെള്ളത്തിലോട്ട് ഇങ്ങോട്ട് തിട്ടെടുത്താള്. ഇടേണ്ട താമസം എടുത്ത് ഓടിക്കണം. ഇവന് ഒരു ലക്ഷക്കണക്കിന് ചെള്ളുണ്ട്. ചെള്ളുകളെല്ലാം പോണമെങ്കിൽ നിന്നെ നന്നായിട്ട് കുളിപ്പിക്കണം. ഇവൻ എന്തൊരു ഇവിടെ എന്തൊരു പൊങ്ങിയിരിക്കണ അവന്റെ വയറ്. അയ്യ സന്ധി കഴിയാടാ നില്ലടാ സിദ്ധിക്ക്. ഒരു വശം മാത്രം ഭയങ്കരമായിട്ട് വയറ് കാട്ടിട്ട് ചെയ്യുന്നു. ചിന്തിക്കുന്ന ഇപ്പം നമുക്ക് മരുന്ന് വെള്ളത്തിൽ മുക്കാം. ചിന്തിക്കുന്ന അയ്യാ കഴുത്തിലൊക്കെ ഉണ്ട്. എന്നാ ചവിട്ടല്ലേ നള്ളല്ലേ, തല മുങ്ങാതെ. കഴുത്തിലൊന്നും എത്തിയില്ലല്ലോ. പക്ഷേ ഇങ്ങനെ മുക്കിക്കടാ എത്തിക്കടാ അവിടെ. മരുന്ന് പിടിക്കട്ടെ നോക്കല്ലേ വായിപ്പോയാ. ഓ നീ തുടച്ചു വിടാ എൻ്റെ പൊന്നിനെ. വായിലാവല്ലേ. പണ്ടൊരു പൂച്ചേനെ കുളിപ്പിച്ചത് കണക്ക് ഇന്നിപ്പോ അതൊന്ന് ഇനി ആ നേരെയുള്ള വെള്ളത്തിലോട്ട് എടുത്തെങ്കിടി. വെള്ളത്തിലിട്ടാല ഇനി വിട് 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 വിട്. അടങ്ങിയില്ല. മതി ഇനി നമ്മളെ മദ്ദൂക്ക് ചെറുക്കനാണ് കണ്ടുവരുന്നത്. എന്നാലും ചെല്ലുമാടിയാ അത് ഇനി ചത്തങ്ങ് പൊക്കോളും മോനെ. ചത്തില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യാം. ഇവന്റെ അയ്യോ ഒരു ലക്ഷക്കണക്കിന് ചെല്ല് ഇഷ്ടംപോലെ ഉണ്ടോ. എവിടെ നീ വീഡിയോയിൽ കാണിക്ക്. അതൊക്കെ ചിലപ്പോൾ ഇരുന്നങ്ങ് ചാവും. വൈകിട്ട് കോതിക്കളയാം. വെയിലത്തോണ്ട് വയ്ക്കണം. മതി കുളിച്ച് അത് കുറ്റി ശുന്ധായി. അയ്യോ ഒതിഞ്ഞ് വെച്ചിരിക്കും. അമ്മക്കിനി മദ്ദൂക്കിനെ എടുത്തിട്ട് വരാം. കുഞ്ഞാവ് കുലിച്ച് ഓടുന്നു. നീ വെയിലത്തിരിക്കുമ്പോൾ അങ്ങ് നന്നായിട്ട് ഉണങ്ങോടാ. വേറെ ഒന്നും നിൽക്കല്ലേ. നീ ഇങ്ങോട്ട് ബൈ സിദ്ധി. പൊടി പോയി കിടക്കല്ലേ. വെയിലത്ത് പോയില്ലേ. അവൻ്റെ നടത്താം. വെയിലുള്ള സ്ഥലത്ത് തന്നെ പോയി കിടന്നു. അവന് സെപ്പറേറ്റ് വെള്ളം വേണോ? അത് മതി. ഇതുകൊണ്ടല്ല അതൊക്കെ മദ്ദൂക്കിന്റെ കുരുത്തക്കേടുകൾ ആരംഭിക്കുകയാണ്. ഇവന് ആവശ്യത്തിന് ചെള്ളുണ്ട്. അത്ര ഇല്ല. മറ്റവനിക്ക് ഭയങ്കര കൂടുതൽ. അവിടെയാണ് ആരോഗ്യം. ഇവിടെ പിടിച്ചോണ്ടിരിക്കും. പണ്ട് ചിക്കുനെ കുളിപ്പിക്കുമ്പോൾ ചിക്കു ഇങ്ങനെ കിണറ്റിന്റെ പാടത്തിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാം. ആ ചെറുക്കൻ ഇതിലോട്ട് അങ്ങോട്ടിട്ട് രണ്ട് ചെള്ള ഈ വെള്ളത്തിൽ. ഉയ്യോ അവനും ഉണ്ടപ്പം. ഇവന് ഭയങ്കര കുഴപ്പമാണ്. മറ്റവൻ്റെ നല്ല അഴുക്ക് ചെറുക്കൻ. അടി മൊത്തം ചെള്ളിരിക്കണവൻ്റെ. എങ്ങനെ മുക്കണത്? എല്ലാം കാണും. ഇവനെ വിട്ടാ എൻ്റെ കാല് കയറിക്കൊള്ളണ്ട. കൈമുറി. അയ്യ അപ്പൊ സിദ്ദീഖിന് ഇങ്ങനെ ചെയ്താ പോരായിരുന്നാ? അയ്യോട്ടി മുമ്പേ പോയില്ലല്ലോ. കണ്ണിൽ വരെ ചെള്ള്. അവിടെ ചെള്ളച്ചൻ പൂച്ചകളെ ഇവിടെ വിൽക്കുന്നതാണ്. അല്ലേ ആ തുണി എടുത്തോണ്ടോ അവിടെ നീ പോയിട്ടോ. ഈ മദ്ദൂക്ക് നമ്മൾ വിചാരിക്കുന്ന ആളല്ല.
ഈ മദ്ദൂക്ക് ഒരു അഴുക്ക മദ്ദൂക്കാണ് എന്നെ കടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞു പിള്ളേങ്ങളെയൊക്കെ നമ്മളിങ്ങനെയാണ് കുളിപ്പിച്ചിട്ടെടുക്കുന്നത്. അയ്യോ അടി മൊത്തം മദ്ദൂക്കിനെ നമ്മൾ പൊതിട്ടുണ്ട്. അയ്യോ ആ ചന്തിക്ക കൊള്ള. ഇതിൽ നിന്നും ചെള്ള പോയില്ലെങ്കിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്യും. അപ്പൊ മധുക്ക് ചിന്തിക്ക് വെക്ക. ടാറ്റാ. ഓക്കെ ഇത് ഇവരുടെ വായി പോയി സത്തുവാവോ? ഉള്ളൂന്ന് തോന്നണു. വാ ഒന്നും കൂടെ അങ്ങനെ ഇങ്ങനെ പിടിച്ചെടുത്ത് കിട്ടി. ഉച്ചക്ക് സിനിമ നടി കുളിച്ചതിന് വേണ്ടി എൻ്റെ നടു ഒടിഞ്ഞു. അത് സിനിമ നടി, ഇത് സിനിമ നടൻ. സുലൈമാൻ സുബൈബ ഒക്കെ സുലൈമാനെ. അങ്ങനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദാത്ത ഇവരെ വായിന്ന് പതയൊക്കെ വരാൻ തുടങ്ങി. കാരണം ഇവർ പിറം വൃത്തിയാക്കുന്ന സമയത്ത് അങ്ങണ്ടേ കുറച്ച് മരുന്ന് വായിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പ്രശ്നമൊന്നുമില്ല. ഞാൻ പാലൊക്കെ കൊടുത്തപ്പോൾ അതൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ശരിയായി. കൊച്ചു സുന്ദരനായി. ഇപ്പം ശരിയായി, ഒരു ചെള്ളുമില്ല. ഇപ്പം നല്ല ചെറുക്കിനായി. പക്ഷെ ഇത് മൊത്തത്തിൽ പായുന്ന പത വന്നു അല്ലേ. ഇപ്പം ചെല്ല ചെറുക്കിനല്ല, ഇപ്പം നല്ല ചെറുക്കിനായി. നല്ല ചെറുക്കൻ ഇനി നല്ല ചെറുക്കിനായി ഇപ്പം അല്ലേടാ ചിക്കൻ. പിന്നെ വൈകുന്നേരം ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ ഞങ്ങൾ അടിച്ചു കുടിച്ചു. അപ്പോൾ ആ ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ മിസ്തിരിയാക്ക് മീശയൊക്കെ കിളിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ.